നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉന്നതമായ സംരംഭങ്ങളൊക്കെ നാം ആരംഭിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തെ ദൈവം തരുന്ന ഒരു ചെറിയ ആശയത്തിൽ നിന്നായിരിക്കും. ഒരുപാട് ആളുകളും നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന ഈ ആശയങ്ങളെ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന നല്ല ആശയങ്ങൾക്ക് ധാരാളം ആളുകൾ സപ്പോർട്ടായി വരണമെന്നും നിർബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവം തന്ന ഈ ആശയത്തെ പൂർണ്ണ ധൈര്യത്തോടെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അനന്തരഫലം വലിയ അനുഗ്രഹമായിരിക്കും എന്നതിന് സംശയം വേണ്ട. ടൊറന്റോയിലുള്ള വളരെ പ്രസിദ്ധമായ ഹോസ്പിറ്റലാണ് സിക്ക് കിഡ്സ് ഹോസ്പിറ്റൽ. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രോഗികളെ ശുശ്രൂഷിക്കുന്ന, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ശുശ്രൂഷ നിർവഹിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരാശുപത്രി. അതിൻ്റെ ആരംഭം കുറെ സഹോദരിമാരുടെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ചെറിയൊരാശയത്തിൽ നിന്നാണ്. 1875 ടൊറന്റോയിലെ ഡൗൺ ടൗണിൽ കുറെ സഹോദരിമാർ പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടുമായിരുന്നു. എലിസബത്ത് മക്മാസ്റ്റർ എന്ന് പറയുന്ന സഹോദരിയാണ് ആ പ്രാർത്ഥനാ കൂട്ടത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. എലിസബത്ത് മക്മാസ്റ്റർ കാനഡയിലെ പ്രസിദ്ധമായ മക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ സാമുവേൽ മക്മാസ്റ്ററിന്റെ ഭാര്യയാണ്. ടൊറന്റോയിൽ ഇവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒത്തുകൂടുമ്പോൾ ഒരിക്കൽ ഈ സഹോദരിമാരുടെ ഹൃദയത്തിൽ ഒരാശയം ഉദിച്ചു. രോഗികളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അവിടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടിയ സഹോദരിമാർ ഒരുമിച്ച് ചേർന്ന് അവരുടെ കയ്യിലുള്ള പണം അവർ സമാഹരിച്ചു. കേവലം $30. ആ $30 കൊണ്ട് 11 മുറിയുള്ള ഒരു വീട് ഒരു വർഷം $360 വെച്ച് കൊടുക്കാമെന്നുള്ള ഉറപ്പിന്മേൽ അവർ വാടകയ്ക്കെടുത്തു. അവർക്ക് ആദ്യം ലഭിച്ചത് ശരീരം മുഴുവൻ പൊള്ളലേറ്റ മാഗി എന്നു പേരുള്ള ഒരു കുട്ടിയാണ്. വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ അവർ ശുശ്രൂഷിച്ചു. പിന്നീട് ഈ സംരംഭം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കേണ്ടി വന്നു. ഏറ്റവും പ്രഥമമായി അവരെടുത്ത ആ വാടക വീട്ടിലെ സ്റ്റൗ പ്രവർത്തിക്കാതായി. അതിനാവശ്യമുള്ള പണം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അവർക്ക് ആവശ്യത്തിനുള്ള പണം അവരുടെ കൈകളിലെത്തുകയും ആ സ്റ്റൗ അവർ മാറ്റിവെക്കാനും ഇടയായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ പഴയ വീട്ടിലെ ഓവൻ പ്രവർത്തനരഹിതമായി. ഏതാണ്ട് $250 പുതിയതൊന്ന് മാറ്റിവെക്കേണ്ടതിന് അവർക്ക് ആവശ്യമായിരുന്നു. അവരുടെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടും പുതിയതൊന്ന് വാങ്ങുവാൻ അവർ ഓർഡർ കൊടുത്തു. ആ പുതിയ ഓവൻ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ അതിന് കൊടുക്കേണ്ട മുഴുവൻ പണവും അവരുടെ കൈകളിലെത്തി. സത്യത്തിൽ ഈ പ്രിയ സഹോദരിമാർ ഓരോ പ്രതിസന്ധിയുടെ നടുവിലും മുടക്കം വരാതെ പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടുമായിരുന്നു. കാരണം അവർക്കറിയാം, ദൈവം തന്ന ഈ മനോഹരമായ ആശയത്തിൻ്റെ പൂർത്തീകരണത്തിന് ദൈവത്തിൻ്റെ സഹായം കൂടാതെ ഒരിക്കലും സാധ്യമല്ല. കാലങ്ങളൊക്കെ മുന്നോട്ട് പോയപ്പോൾ ഈ സ്ഥാപനം വളർന്നു പന്തലിച്ചു. ഒരറിയപ്പെടുന്ന ആതുര സേവന കേന്ദ്രമായി അത് മാറി. ഇന്ന് എത്രയോ
ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം പകരുന്ന, സേവനം കൊടുക്കുന്ന, അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലായി അത് മാറിയിട്ടുണ്ട്. പക്ഷേ ആരംഭം പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടിയ കുറേ സഹോദരിമാരുടെ ഹൃദയത്തിൽ ദൈവം നൽകിയ ഒരു ചെറിയ ആശയത്തിൽ നിന്നാണ്. സത്യത്തിൽ ദൈവം നമുക്ക് നൽകുന്ന നിയോഗങ്ങൾ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് തോന്നിയേക്കാം. നമുക്കതിന് പ്രാപ്തിയില്ലെന്നും എങ്ങനെ ഇതൊക്കെ നിർവഹിക്കാൻ സാധിക്കുമെന്നും വലിയ ആശങ്കയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും മറക്കരുത്, ദൈവമാണ് ദർശനം തന്നതെങ്കിൽ, നിയോഗം തന്നതെങ്കിൽ വിശ്വസ്തയോടെ നമ്മുടെ കാലുകൾ എടുത്തു വെച്ചാൽ മതി. നമ്മോട് കൂടെ നിൽക്കുവാൻ ദൈവം ആളുകളെ തരും. സഹായത്തിന് ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. നാം അറിയാത്ത പുതിയ പുതിയ വാതിലുകൾ ദൈവം തുറന്നു തരും. കാരണം ദൈവമാണ് ഈ നല്ല ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നൽകി. പക്ഷെ ഒരിക്കലും മറക്കരുത്, ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും, ഒരുപക്ഷെ വലിയ സ്ട്രെസ്സിലൂടെ കടന്നു പോകേണ്ടതായി വരും. അതൊന്നും സാരമില്ല. ഉന്നതമായ ആശയങ്ങൾ നിർവഹിക്കാൻ ദൈവം തന്ന നിയോഗമല്ലേ. ഒരുപാട് പേർക്ക് അത് അനുഗ്രഹമായി മാറും. നമ്മുടെ അധ്വാനങ്ങളും നാം ഒഴുക്കുന്ന വിയർപ്പും നാം എടുക്കുന്ന വേദനകളും ഭാരങ്ങളും ഒന്നും ഒരിക്കലും വലുതായിട്ട് കാണണ്ട. കാരണം മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയേക്കാൾ, ഭാരത്തേക്കാൾ അനേകർക്ക് അനുഗ്രഹമാകുമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ദൈവം തന്ന ആശയങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാം. പിൽക്കാലത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതമൊക്കെ മാറാൻ ദൈവം ഭാഗ്യം തരും.